പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് ചുമതല CPM സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കും. പ്രമുഖനായ സംസ്ഥാന നേതാവിന് പൂർണ്ണസമയ ചുമതല നൽകും. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നേരിട്ട് മേൽനോട്ടം വഹിക്കാനാണ് ചുമതല നൽകുന്നത്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലെ കയ്യാങ്കളിയെ തുടർന്നാണ് തീരുമാനം. തിരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, തിരഞ്ഞെടുപ്പിന് ശേഷമാകും വിശദമായ അന്വേഷണ കമ്മീഷനെ തീരുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി കൃത്യമായ പ്രമുഖനായ സംസ്ഥാന നേതാവിന് പൂർണ്ണ ചുമതല പത്തനംതിട്ടയിലെ തിരഞ്ഞെടുപ്പ് ചുമതല നൽകും എന്നുള്ള വാർത്തയാണല്ലോ വരുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, പാർട്ടിയെയും മുന്നണിയെയും നാണക്കേടിലാക്കിയ പത്തനംതിട്ടയിലെ സംഭവ വികാസങ്ങളിൽ സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയാണ് അറിയിച്ചിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് ഒരു നടപടി എന്നുള്ള ഒരു ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു പരിഹാരം എന്ന നിലയിലാണ് സംസ്ഥാന നേതൃത്വം നേരിട്ട് തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കളാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് ഏറ്റുമുട്ടിയത്. പരസ്പരം പോർവിളികളും ഒപ്പം തന്നെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പത്മകുമാറും ഒപ്പം തന്നെ ഹർഷകുമാറും രണ്ടുപേരും ജില്ലയിലെ മുതിർന്ന നേതാക്കൾ. ഈ മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അടൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോരാ എന്നുള്ള ഒരു വിമർശനമാണ് പത്മകുമാർ ഉന്നയിച്ചത്. ഇത് അടൂരിലെ ചുമതലയുള്ള അടൂർ ലോബിയായി നേതാവായിട്ട് പ്രവർത്തിക്കുന്ന ഹർഷകുമാർ ഈ ഒരു കാര്യത്തെ എതിരെ സംസാരിക്കുകയും പിന്നീട് ഇത് വാഗ്വാദങ്ങളിലേക്കും ഉന്തും തള്ളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോവുകയായിരുന്നു. മന്ത്രി വി എൻ വാസവൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു ഇത്തരത്തിലുള്ള കയ്യാങ്കളിയും മറ്റും ഉണ്ടായിരുന്നത്. വി എൻ വാസവൻ കൃത്യമായിട്ട് അത് സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. MP ഗോവിന്ദൻ നേരിട്ട് ജില്ലയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ വരും. ഏപ്രിൽ 8-ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടി അടൂരിൽ നടക്കാനിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അടൂരിൽ പ്രചാരണം അത്ര പോരാ. മൊത്തത്തിൽ ജില്ലയിൽ ഈ തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വാദമാണ് ജയകുമാർ ഉന്നയിച്ചത്. അത് ഹർഷകുമാർ ചോദ്യം ചെയ്യുകയും പിന്നീട് വാഗ്വാദങ്ങളിലേക്കൊക്കെ മാറുകയുമായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ ഇരു നേതാക്കൾക്കെതിരെയും നടപടിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിവെക്കുന്ന തരത്തിലേക്കാകും. ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയുണ്ട്, പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന സാഹചര്യം ജനങ്ങളിലേക്കിടയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇരു നേതാക്കൾക്കെതിരെയും നടപടിയോ ഇവരെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളിലേക്ക് ഒന്നോ പാർട്ടി നേതൃത്വം കടക്കില്ല. അതിനുശേഷം അന്വേഷണ കമ്മീഷനെ നിയമിച്ച് രണ്ട് നേതാക്കളെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇരു നേതാക്കളെയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും മാറ്റി നിർത്തുന്നതടക്കമുള്ള കർശന നടപടിയിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന നേതൃത്വം നേരിട്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടി പൂർണ്ണ ചുമതലയുള്ള ഒരു സംസ്ഥാന നേതാവിനെ ജില്ലയിലേക്ക് നിയോഗിക്കും. ഈ രണ്ട് നേതാക്കൾക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതാണ്. പത്മകുമാറിനും ഹർഷകുമാറിനും തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ആളുകളാണ്. ഇവരുടെ നേതൃത്വത്തിൽ തന്നെ നിലവിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഇവരുടെ ഏകോപിപ്പിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് ഒരു സംസ്ഥാന വക്താവും ഇവിടെ സംസ്ഥാന നേതൃത്വം അയക്കുന്ന ഒരാളും ചുമതലകളുമായിട്ട് ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നടപടി ഉണ്ടാകും. അത് വോട്ടെടുപ്പിന് ശേഷം മാത്രമായിരിക്കും. നിലവിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ജില്ലാ നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് രണ്ട് നേതാക്കളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിഷേധിച്ചിരിക്കുന്ന, ഇത്തരത്തിൽ വാഗ്വാദങ്ങളും കയ്യാങ്കളിയും ഉണ്ടായിട്ടില്ല എന്ന് ജില്ലാ നേതൃത്വം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇവരിലേക്ക് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നടപടികൾ ഉണ്ടായാൽ അത് മാധ്യമങ്ങളിൽ വാർത്ത ശരിവെക്കുന്ന തരത്തിലേക്കാകും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ഇരു നേതാക്കൾക്കെതിരെയും നടപടി ഉണ്ടാകുക. ഈ രണ്ട് നേതാക്കളെ ചുറ്റിപ്പറ്റി ഗ്രൂപ്പിസവും ഉൾപാർട്ടി പോരും ജില്ലയിൽ ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. KP ഉദയഭാനുവിന് ശേഷം KP ഉദയഭാനു ജില്ലാ സെക്രട്ടറി പദവി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഈ രണ്ട് നേതാക്കളുടെ പേരുകളായിരുന്നു നേരത്തെ തൊട്ടേ ഉയർന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളുടെ പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തകരുണ്ട്, ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം. അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ജില്ലയിൽ ഉണ്ടാകും, പൊട്ടിത്തെറികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകും എന്ന് മനസ്സിലാക്കിയ സംസ്ഥാന നേതൃത്വമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചുമതല നേരിട്ട് വഹിക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് നേതാക്കൾക്കെതിരെയും കർശന നടപടിയും ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണല്ലോ ഇപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത്. ഇത് പരസ്യമാകുന്നില്ലെങ്കിൽ പോലും ഈ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് തോൽപ്പിക്കാൻ വരെ ശ്രമം നടക്കുന്നു എന്നൊക്കെ ആയിരുന്നില്ല ആരോപണങ്ങൾ. പക്ഷേ നേരത്തെയും ഇത് വിവാദങ്ങളിൽപ്പെട്ടത് ഈ തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനയെ കുടുംബശ്രീ അംഗങ്ങളെ ഒക്കെ വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് എന്നൊരു ആക്ഷേപം UDF ഉന്നയിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിയൊപ്പം തന്നെ ഈ പ്രചാരണങ്ങളും
തീർച്ചയായും ലക്ഷ്മി, ഈ തോമസ് ഐസക്കിനും ഇപ്പോൾ ഉണ്ടാകുന്ന ജില്ലയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തിയുണ്ട്. തോമസ് ഐസക്കിന്റെ കൂടി നിർദ്ദേശത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ രണ്ട് നേതാക്കളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. ജില്ലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുള്ളൊരു സാഹചര്യം വന്നാൽ തന്റെ സ്ഥാനാർത്ഥിത്വം ദുർബലനായുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് താനെന്നുള്ള ബോധം, ഒരു പൊതുബോധം ജനങ്ങൾക്കിടയിൽ വരും. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, വോട്ടിനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തോമസ് ഐസക്കിന് അറിയാം. അതോടൊപ്പം തന്നെ UDF നേരത്തെ ഈ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ തോമസ് ഐസക്കിനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബശ്രീ, ഹരിത കർമ്മസേന ഉൾപ്പെടെയുള്ള കേഡസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തോമസ് ഐസക് തെരഞ്ഞെടുപ്പ് പ്രചാരണം പത്തനംതിട്ടയിൽ നടത്തുന്നു എന്നുള്ള ഒരു പരാതിയായിരുന്നു UDF ജില്ലാ കളക്ടർക്ക് നൽകിയത്. 3 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമായിരുന്നു. ഇന്നലെ ആ കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. കേവലം രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങൾ എന്ന് മാത്രമാണ് ഈ വിശദീകരണത്തിന് തോമസ് ഐസക് ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നത്. ഇനി ജില്ലാ കളക്ടർ എന്ത് നടപടിയെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നു. ഇങ്ങനെ ഈ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒക്കെയായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ പോര് നിലനിൽക്കുന്നു, മുതിർന്ന നേതാക്കൾ തമ്മിൽ തല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർന്നു വരുന്നു. അങ്ങനെ വിവാദങ്ങൾക്ക് നടുവിലാണ് തോമസ് ഐസക്കിന്റെ പ്രചാരണം പത്തനംതിട്ടയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.